അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ തൃശ്ശൂർ നമ്മൾ പണ്ട് വീഡിയോ ചെയ്ത അതേ ഹെൽമെറ്റോളജിസ്റ്റ് എന്ന് പേരുള്ള ആ ഒരു ഷോപ്പിലാണ്. ഇപ്പോൾ നിലവിൽ 5000 രൂപയുടെ താഴെ 8ഓളം ബ്രാൻഡുകളുടെ ഹെൽമെറ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിലിവിടെയുള്ള കുറച്ച് മോഡലുകളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് ഹാഫ് ഫേസ് ഹെൽമെറ്റ് ആണ്. ഇത് വെച്ചുകൊണ്ട് നമ്മുടെ താടിയലിനോ പല്ലിനോ മൂക്കിനോ ഒന്നും വലിയ തരത്തിലുള്ള സംരക്ഷണം ഉണ്ടായിരിക്കില്ല. എന്നുവെച്ചാലും മുഖം കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഹെൽമെറ്റ് വയ്ക്കാൻ പ്ലാനുള്ളവർ ഇത്തരത്തിലുള്ള ഹെൽമെറ്റുകൾ വാങ്ങാം. ഏകദേശം ഒരു 1000 മുതൽ 1700 രൂപ വരെയാണ് ഈ ഹെൽമെറ്റുകളുടെ വില വന്നേക്കുന്നത്. നമുക്കിപ്പോൾ നിലവിൽ സ്റ്റീൽ ബേഡ് THH സ്റ്റഡ്സ് പിന്നെ നമുക്ക് SMKയുടെ ഹാഫ് ഫേസ് ഹെൽമെറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഡബിൾ വൈസറോട് കൂടിയിട്ടുള്ള ഒരു മോഡലാണ്. പക്ഷേ ഇതിന് വില കുറച്ച് കൂടുതലാണ്. ഏകദേശം 3500 രൂപയോളം ഈ ഒരു മോഡലിന് വില വന്നിട്ടുണ്ട്. THHന്റെ ഇത്തരത്തിലുള്ള ഹാഫ് ഫേസ് മോഡലുകൾക്കൊന്നും വൈസറും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. പരമാവധി ഹാഫ് ഫേസ് ഹെൽമെറ്റ് വാങ്ങുന്ന സമയത്ത് വൈസറുള്ള മോഡലുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആവശ്യം സിറ്റി യൂസ് ആണ്, നിങ്ങളൊരു 50 മേലെ ബൈക്കോ അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിക്കാത്തൊരു വ്യക്തിയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് വാങ്ങിച്ചാലും മതി. പക്ഷേ ലോങ് റൈഡ് ഒക്കെ പോകാൻ വെച്ചാൽ പരമാവധി ഫുൾ ഫേസ് ഹെൽമെറ്റ് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ഒരു 60 മേലൊക്കെ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഹെൽമെറ്റ് വെച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഉപകാരങ്ങളും ഉണ്ടായിരിക്കില്ല. ഇനി നിങ്ങൾ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് ആണ് നോക്കുന്നത്, നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 1000 രൂപയൊക്കെ താഴെയാണ്. നിങ്ങളൊരു 60 മേലൊന്നും ബൈക്ക് ഓടിക്കാറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറോൺ, സ്റ്റഡ്സ്, വേഗ, സ്റ്റീൽ ബേഡ് ഇത്തരത്തിലുള്ള 4 ബ്രാൻഡുകളുടെ ഹെൽമെറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള 4 ISI മുതലുള്ള ഹെൽമെറ്റുകളാണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഹെൽമെറ്റുകളൊക്കെ ലാർജ് സൈസാണ് വന്നിട്ടുള്ളത്. അതിൽ വേറെ സൈസുകളും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. വേണമെങ്കിൽ ഫ്രീ സൈസ് എന്നൊക്കെ പറയാം. അത്തരത്തിലുള്ള 1000 മേലെ വില വന്നിട്ടുള്ള 2 മോഡൽസാണ്, സ്റ്റീൽ ബേഡിൻ്റെ 2 മോഡൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതെന്ന് പറയുന്നത് ഏകദേശം ഒരു 1000 രൂപയോളം വില വരുന്നുണ്ട്. ഇത് രണ്ടും നോർമലായിട്ടുള്ള ഹെൽമെറ്റുകളാണ്. ഇതിൻ്റെ തന്നെ ഗ്രാഫിക്സ് വരുന്ന ഒരു മോഡലാണ് ഈ കാണുന്നത്. ഇതിന് ഏകദേശം ഒരു 1500 രൂപയോളം വില വന്നിട്ടുണ്ട്. നിങ്ങളൊരു 60-100 ഇടയിൽ ബൈക്ക് ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്കൊരു ഫുൾ ഫേസ് ഹെൽമെറ്റ് വേണം, നിങ്ങളുടെ ബഡ്ജറ്റ് 2000 രൂപയുടെ താഴെ കാണിച്ചാൽ നിങ്ങൾക്ക് സ്റ്റഡ്സിൻ്റെയും വേഗയുടെയും ഹെൽമെറ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് സ്റ്റഡ്സിൻ്റെ തണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. ഇത് ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഹെൽമെറ്റാണ്. ഏകദേശം 1700ഓളം രൂപയാണ് ഇതിന് വില വന്നിട്ടുള്ളത്. ഈ ഒരു ഹെൽമെറ്റിൻ്റെ നെഗറ്റീവ് സൈഡ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വൈസർ ഉപയോഗിച്ചിട്ട് നൈറ്റ് വണ്ടി ഓടിക്കാൻ പറ്റില്ല. പകലൊക്കെ പക്ക കൂളിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും കണ്ണിന്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹെൽമെറ്റുകളൊക്കെ വാങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള വൈസറുള്ള ഹെൽമെറ്റുകളൊക്കെ വാങ്ങുന്ന സമയത്ത് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതെന്ന് പറയുന്നത് വേഗയുടെ തന്നെ ഏകദേശം 1800ഓളം രൂപ വരുന്ന ഒരു ഗ്ലോസി ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ഹെൽമെറ്റാണ്. ഈ ക്ലാസ്സിലുള്ള മറ്റുള്ള ഹെൽമെറ്റുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്രൈസ് ടാഗിൽ ഈ ഒരു മോഡലിന് മാത്രമാണ് ഡബിൾ വൈസർ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു പ്രൈസ് ടാഗിൽ വാഷബിൾ ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ഫസ്റ്റ് ഹെൽമെറ്റും കൂടിയാണ് ഇത്. ഇപ്പോൾ ചെളിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ലൈനിങ്ങിൽ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വയം അഴിച്ചത് കഴുകി വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഗുണനിലവാരമുള്ളതും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല കാണാൻ ലുക്കുള്ളതും ഡബിൾ വൈസറോട് കൂടിയുള്ള നല്ലൊരു ഹെൽമെറ്റ് തന്നെയാണ് വേഗയുടെ റൈക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ. ഇനി ഇതെന്ന് പറയുന്നത് സ്റ്റഡ്സിൻ്റെ ഷിഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഡബിൾ വൈസറോട് കൂടിയിട്ടുള്ള ഒരു മോഡലാണ്. ഏകദേശം 2000ഓളം രൂപയാണ് വില വന്നിട്ടുള്ളത്. ഇത് ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഹെൽമെറ്റാണ്. പല തരത്തിലുള്ള കളർ വേരിയേഷനുകൾ സ്റ്റഡ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റഡ്സിൻ്റെ SMKയുടെ ഒക്കെ പ്രത്യേകതകളാണ്. ഒരുപാട് കളർ വേരിയേഷനുകളിൽ ഹെൽമെറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ച സ്റ്റഡ്സ് ഹെൽമെറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോഡൽ നമുക്ക് ഡബിൾ വൈസറും വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വാഷബിൾ ടൈപ്പ് ഹെൽമെറ്റ് തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹെൽമെറ്റ് കൂടിയാണ് സ്റ്റഡ്സിൻ്റെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ. ഇനി നമുക്ക് 150cc അല്ലെങ്കിൽ അതിൻ്റെ മേലേക്ക് പവറുള്ള ഒരു ബൈക്ക് ഉണ്ട്. നിങ്ങൾക്ക് സിറ്റി യൂസിനായിട്ടും കൂടുതൽ ഹൈവേ യൂസ് ആണ്. അത്യാവശ്യം സ്പീഡിൽ നിങ്ങൾ ബൈക്ക് ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 4000 രൂപയുടെ താഴെ കാണിച്ചാൽ നിങ്ങൾക്ക് SMKയുടെയും മാക്സോറിൻ്റെയും നിക്കോണിൻ്റെയും THHൻ്റെയും ഹെൽമെറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ സ്റ്റാർട്ടിംഗ് മോഡൽ എന്ന് പറയുന്നത് THHൻ്റെ ഈ ഒരു ഹെൽമെറ്റ് ആണ്. ഏകദേശം ഒരു 2800 രൂപയാണ് ഈ ഒരു മോഡലിൻ്റെ വില എന്ന് പറയുന്നത്. ഇത് ഗ്ലോസി ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു മോഡലാണ്. ഇതിൻ്റെ തന്നെ ഒരുപാട് കളർ വേരിയേഷനുകളും അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു മോഡലിൽ നമുക്ക് ബ്ലൂടൂത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സപ്പോർട്ട് അല്ല. നിലവിൽ ഇതിൽ ഡബിൾ വൈസറും വന്നിട്ടില്ല. 2800 രൂപ പ്രൈസ് ടാഗിൽ അത്യാവശ്യം നല്ല കംഫർട്ട് തരുന്ന ഒരു ഹെൽമെറ്റും കൂടിയാണ് ഇത്. ഇനി THHൻ്റെ തന്നെ നിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണിത്. ഏകദേശം 3400ഓളം രൂപയാണ് ഇതിന് വില വന്നിട്ടുള്ളത്. മറ്റേത് ഗ്ലോസി ആണെച്ചാൽ ഇത് മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് നമുക്ക് എയർ കടത്തി വിടാനുള്ള ഹോളുകൾ, അതായത് എയർ ഹോളുകളും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അതേപോലെ തന്നെ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കും തോന്നിക്കുന്നുണ്ട്. കുഷ്യൻസിലും ആ ഒരു ഫീല് തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിലുള്ള കുഷ്യൻസാണ് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മോഡലിൽ നമുക്ക് ബ്ലൂടൂത്ത്, ഡബിൾ വൈസർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സപ്പോർട്ടല്ല. ഇനി ഇതെന്ന് പറയുന്നത് എക്സോറിൻ്റെ തന്നെ റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഇതിനും ആ ഒരു സെയിം ഹെൽമെറ്റിൻ്റെ റേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് 3400 രൂപ. ഇത് ഒരു ഗ്ലോസി ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ഹെൽമെറ്റാണ്. ഇതിന് നമുക്ക് ആ ഒരു ഹെൽമെറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്പോയിലർ വന്നിട്ടുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോഡലും കൂടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ നമുക്ക് ആൻറ്റി സ്ക്രാച്ചോട് കൂടിയിട്ടുള്ള വൈസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത്, ഇന്റർകോമും കാര്യങ്ങളൊക്കെ സപ്പോർട്ടാണ്. ഏകദേശം ഒരു 110 സ്പീഡ് വരെ എയർ പിടിക്കാണ്ട് ഈ ഒരു ഹെൽമെറ്റ് തലയിൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതാണ് ഇതിൽ എഴുതിയേക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ SMKയുടെ സ്റ്റെല്ലാർ എന്ന് പറഞ്ഞിട്ടുള്ള മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ഹെൽമെറ്റാണ്. 3500 രൂപയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഞാൻ
കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിലുണ്ടാകുന്നത് SMKയുടെ 3000 സംതിങ് വിലയുള്ള ഒരു ഹെൽമെറ്റ് ആണെന്ന്. അപ്പോൾ അതെനിക്കൊരു തെറ്റ് പറ്റിയതാണ്. SMKയുടെ ഹെൽമെറ്റ് സ്റ്റാർട്ട് ചെയ്യണത് 3500 മുതലാണ്. അതായത് ഈ ഒരു മോഡൽ മുതലാണ് SMK ഹെൽമെറ്റ് സ്റ്റാർട്ട് ചെയ്യണത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഹെൽമെറ്റുകളാണ് കേട്ടോ SMKയുടെ ഭൂരിഭാഗം ഹെൽമെറ്റുകളും. SMKയുടെ ഈ ഒരു മോഡലോട്ടാണ് നമുക്ക് ആൻറ്റി അലർജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം സ്റ്റാർട്ട് ചെയ്യണത്. അതായത് നമ്മുടെ വേർപ്പും കാര്യങ്ങളൊന്നും പറ്റിപ്പിടിച്ച് നമ്മുടെ മുഖത്ത് കുരുക്കളും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ സഹായിക്കണ ഒരു ലൈനിങ് ആണ് ഈ കാണുന്നത്. ഈ ഒരു മോഡൽ മുതലാണ് ഈ ഒരു ലൈനിങ് സ്റ്റാർട്ട് ചെയ്യണതും. ഇനി ഇതെന്ന് പറയുന്നത് ഏകദേശം 3800 രൂപ വരുന്ന THHന്റെ തന്നെ മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് ആണ്. ഇതിന് വേറെ കാര്യമായിട്ടുള്ള പ്രത്യേകതകളൊന്നുമില്ല നമ്മുടെ ഫസ്റ്റ് ഹെൽമെറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. പക്ഷെ നമുക്ക് സോളിന്റെ ഹെൽമെറ്റുകളിലൊക്കെ വരുന്ന പോലെ തന്നെ ഇതിലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ. അതിൽ തന്നെ ഏകദേശം ഒരു 4-5 മോഡുകളും വന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു ഹെൽമെറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇതെന്ന് പറയുന്നത് SMKയുടെ സ്റ്റെല്ലാറിലെ തന്നെ ഗ്ലോസി ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ഹെൽമെറ്റ് ആണ്. അത്യാവശ്യം ഹെൽമെറ്റുകൾക്കൊക്കെ ലുക്ക് ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയൊരു മോഡലാണ്. നല്ല പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഇതിന്റെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ആന്റി ഫോഗ് സ്റ്റാർട്ട് ചെയ്യണതും SMKയുടെ ഈ ഹെൽമെറ്റുകളിലാണ്. ഈ മോഡലുകളിലൊന്നും മഴയത്ത് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് വൈസറിൽ ഫോഗും കാര്യങ്ങളൊന്നും വരില്ല. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഹെൽമെറ്റുകളാണ് SMKയുടെ ഭൂരിഭാഗം ഹെൽമെറ്റുകളും. അതേപോലെ തന്നെ ഏകദേശം 23 കളർ വേരിയേഷനുകളിലും ഈ ബ്രാൻഡിന്റെ ഹെൽമെറ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 4000 മുതൽ 5200 ഇടയിൽ വില വന്നിട്ടുള്ള മോഡൽസ് ആണ് ഈ കാണുന്നത്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ MTയുടെയും LS2ന്റെയും THHന്റെയും ആക്സിസിന്റെയും അതേപോലെ തന്നെ SMKയുടെയും ഹെൽമെറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു SMKയുടെ ഈ ഒരു മോഡൽ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ മോഡൽസിലും നമുക്ക് പോളി കാർബണിന്റെ ഷെല്ലും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ വൈസറും കാര്യങ്ങളൊക്കെ പോളി കാർബൺ ആണ് വന്നിട്ടുള്ളത്. ഇനി ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റാർട്ടിങ് നമ്മുടെ MTയുടെ ആക്സിസിന്റെ ട്രാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലാണ്. നിലവിൽ നമുക്ക് ഈ മോഡൽസിലൊന്നും ഡബിൾ വൈസർ വന്നിട്ടില്ല. അതുകൂടെ SMKയിൽ മാത്രമാണ് ഡബിൾ വൈസറും ആന്റി ഫോഗും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ആന്റി ഫോഗിനുള്ള ഫിലിം ഇല്ല, പക്ഷെ അത് വെക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗ്ലോസി ഫിനിഷോട് കൂടിയിട്ടുള്ള ഈ ഒരു മോഡൽ 4000 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത്. നിലവിൽ SMKയുടെ ആ ഒരു മോഡൽ മുതൽ നമുക്ക് എല്ലാ ഹെൽമെറ്റുകളിലും അലർജിക് ലൈനിങ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ വെച്ചാൽ മിക്ക മോഡലുകളിലും നമുക്ക് DOT സർട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. ISI വളരെ കുറവ് ഹെൽമെറ്റുകളിൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെന്ന് പറയുന്നത് SMKയുടെ തന്നെ ഏകദേശം 4300 രൂപ വരുന്ന ട്വിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഈ ഒരു മോഡലിലാണ് നമ്മളന്ന് ചുറ്റിക പരീക്ഷണമൊക്കെ നടത്തിയത്. അതിന്റെ ഒരു ഗ്ലോസി എഡിഷൻ ആണ് ഇത് എന്ന് പറയുന്നത്. ഈ ഒരു മോഡലിന് മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡബിൾ വൈസറും അതേപോലെ തന്നെ ആന്റി ഫോഗ് ഫിലിമും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രീമിയം ലുക്കോട് കൂടിയുള്ള ഹെൽമെറ്റ് തന്നെയാണ് ഇതും. ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് ഇന്റർകോമും കാര്യങ്ങളൊക്കെ സപ്പോർട്ടാണ്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഹോളും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു വാല്യൂ ഫോർ മണി എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു ഹെൽമെറ്റും കൂടിയാണ് SMKയുടെ ട്വിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഡിഷൻ. ഇതെന്ന് പറയുന്നത് THHന്റെ തന്നെ ടോക്സിക് എന്ന് പേരുള്ള ഒരു മോഡൽ ഹെൽമെറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല തരത്തിലുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഹെൽമെറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ തന്നെ വേറെ 3-4 കളർ വേരിയേഷനുകളും അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ SMK കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4500 മുതൽ ഈ ഒരു മോഡലിലാണ് നമുക്ക് ഡബിൾ വൈസർ സ്റ്റാർട്ട് ചെയ്യണത്. ഏകദേശം 4500 രൂപയാണ് ഈ ഒരു മോഡലിന് വില വന്നിട്ടുള്ളത്. ഇനി ഇതെന്ന് പറയുന്നത് ഏകദേശം 4600 രൂപ വില പറഞ്ഞ MTയുടെ തന്നെ മുഗല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെൽമെറ്റ് ആണ്. MTയുടെ ഹെൽമെറ്റുകൾ ഈ ഒരു ഹെൽമെറ്റിന്റെ മോഡൽ മുതലാണ് ശരിക്കും പ്രൈസ് ടാഗ് സ്റ്റാർട്ട് ചെയ്യണത്. ഇതൊരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു മോഡലാണ്. ചെറിയ തരത്തിലുള്ള ഗ്രാഫിക്സുകൾ മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത്. നേരത്തെ കാണിച്ച എല്ലാ ഹെൽമെറ്റുകളും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ നമുക്ക് ഇതിന്റെ ലൈനിങ്ങിന്റെ എണ്ണം കാര്യങ്ങളൊക്കെ കൂടുതലാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈനിങ് ആണ്. നല്ല തരത്തിലുള്ള കംഫർട്ട് ഉണ്ടാവും തന്നെ നമുക്ക് വിചാരിക്കാം. ഇത് കുറച്ച് വെയിറ്റ് കൂടിയിട്ടുള്ള ഒരു ഹെൽമെറ്റ് ആണ്. ഇനി ഇതെന്ന് പറയുന്നത് LS2ന്റെ തന്നെ സ്റ്റാർട്ടിംഗ് മോഡലായിട്ടുള്ള FF352 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഇതും ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ഹെൽമെറ്റ് ആണ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലുക്കിൽ തന്നെയാണ് ഇതിലും ഗ്രാഫിക്സ് ഒക്കെ വന്നിട്ടുള്ളത്. കുറച്ച് മുമ്പ് നമ്മൾ കാണിച്ച MTയുടെ അതേപോലെ തന്നെയാണ് ഇതിന്റെ ഉള്ളിലത്തെ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഈ ഒരു മോഡലിൽ നമുക്ക് ഡബിൾ ഡിയറിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് ഒരു 110 മേലെ ഈ ഒരു ഹെൽമെറ്റിലും കാറ്റ് പിടിക്കാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഹെൽമെറ്റിന്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ഈ ഒരു മോഡലിൽ നമുക്ക് നൈറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. മുമ്പ് നമ്മൾ സ്റ്റഡ്സിൽ പറഞ്ഞ പോലെ തന്നെ അത്തരത്തിലുള്ള ഒരു വൈസറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെന്ന് പറയുന്നത് MTയുടെ തന്നെ സ്റ്റിന്നർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഏകദേശം 5200 രൂപയാണ് ഇതിന് വില വന്നിട്ടുള്ളത്. ഗ്ലോസി ഫിനിഷോട് കൂടിയുള്ള ഒരു ഹെൽമെറ്റ് ആണ്. നല്ല ഒരു പ്രീമിയം ലുക്കും ഈ ഒരു ഹെൽമെറ്റിന് വന്നിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷ്യൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിലവിൽ 5000 രൂപയുടെ താഴെ ഇത്രത്തോളം ഹെൽമെറ്റുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഹെൽമെറ്റുകൾ ഷോപ്പുകളിൽ തന്നെ പോയിട്ട് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ ഓൺലൈനിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളത് തലയിൽ വയ്ക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ തലയ്ക്ക് അത് എത്രത്തോളം കംഫർട്ട് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ പരമാവധി ഓൺലൈനിൽ നിന്നൊന്നും ഹെൽമെറ്റുകൾ വാങ്ങാണ്ടിരിക്കുക. നിങ്ങളുടെ തലയ്ക്കനുസരിച്ചുള്ള ഹെൽമെറ്റുകൾ ഷോപ്പിൽ തന്നെ പോയിട്ട് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഇനി ഇതെന്നൊക്കെ പറയുന്നത് LS2ന്റെ തന്നെ ഏകദേശം ഒരു 6000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യണ മോഡൽ ഹെൽമെറ്റുകളൊക്കെയാണ് കേട്ടോ. നോർമൽ ഹെൽമെറ്റുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല വലുപ്പം വന്നിട്ടുണ്ട്. പിന്നെ LS2ന്റെ തന്നെ ഡബിൾ വൈസർ പറഞ്ഞ മോഡൽസും കൂടിയാണ് ഈ കാണുന്നത്. അത്യാവശ്യം നിങ്ങൾ സ്പീഡിലൊക്കെ വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചാൽ പരമാവധി ഡബിൾ ടിയറിങ്ങോട് കൂടിയിട്ടുള്ള മോഡൽസ് എടുക്കുക. എന്ന് വെച്ചാൽ മാത്രമാണ് ഹെൽമെറ്റ് നല്ല തരത്തിൽ നിങ്ങളുടെ തലയിൽ ഉറച്ചിരിക്കുള്ളൂ. ഇതെന്നൊക്കെ പറയുന്നത് MTയുടെ തന്നെ റിവെഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. പക്ഷേ ആ
ഷാർപ്പിൻ്റെ തന്നെ 5 സ്റ്റാർ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടുള്ള ഒരു മോഡലാണ്. ഏകദേശം ഒരു 7400ഓളം രൂപ ഇതിന് വില വന്നിട്ടുണ്ട്. സിറ്റ്യൂസിനൊക്കെ ഏറ്റവും കൂടുതൽ കംഫർട്ട് തരുന്ന ഒരു പ്രീമിയം ബ്രാൻഡാണ് നമ്മുടെ LSU എന്ന് പറയുന്നത്. സിറ്റ്യൂസിന് മാത്രമല്ല ലോങ് റൈഡ് പോകുമ്പോഴും നമുക്ക് ചെവിക്കൊന്നും യാതൊരു തരത്തിലുള്ള പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ നിങ്ങൾ ഹെൽമെറ്റ് വാങ്ങുന്ന സമയത്ത് ഹെൽമെറ്റിൻ്റെ വെയിറ്റും കൂടി ഒന്ന് നോക്കട്ടോ. ഇപ്പോൾ നല്ല വെയിറ്റ് കൂടിയിട്ടുള്ള ഹെൽമെറ്റ് കാണിച്ചാൽ നിങ്ങളുടെ കഴുത്തിനൊക്കെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്രാഫിക്സിലും കളറിലും വേരിയേഷൻസ് ഉള്ള മോഡലാണ് നമ്മുടെ സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള മോഡൽസും കൂടിയാണ് സ്റ്റഡ്സിൻ്റെ ഈ കാണുന്ന മോഡൽസ്. ഏകദേശം ഒരു 3000ഓളം രൂപയുടെ താഴെ മാത്രമാണ് ഈ മോഡൽസിനൊക്കെ വില വന്നിട്ടുള്ളത്. ഇനി ഇതെന്നൊക്കെ പറയുന്നത് ആക്സിസിൻ്റെ ഏകദേശം ഒരു 4000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യണ ഹെൽമെറ്റുകൾ മുതൽ MTയുടെ ഏകദേശം ഒരു 7800ഓളം രൂപ വില വരുന്ന ഹെൽമെറ്റുകളുടെ ഒരു സെക്ഷനാണ്. ഇനി ഇതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പ്രീമിയം ബ്രാൻഡുകളുടെ ഇടയിൽ വരുന്ന സൂളിൻ്റെ 6000 മുതൽ 7200ഓളം രൂപ വില വരുന്ന ഹെൽമെറ്റുകളാണ്. ഗ്ലോസി ഫിനിഷിലും അതേപോലെ തന്നെ മാറ്റ് ഫിനിഷിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി AGV എന്ന് പറഞ്ഞിട്ടുള്ള പ്രീമിയം ബ്രാൻഡിൻ്റെ ഏകദേശം 13,500 മുതൽ 35,000ഓളം രൂപ വില വരുന്ന ഹെൽമെറ്റുകളാണ് ഈ കാണുന്നത്. ഇതെന്ന് പറയുന്നത് AGVയുടെ തന്നെ K5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. ഇതിൽ ഡബിൾ വൈസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് പോളി കാർബണിൻ്റെ ഒരു ഹെൽമെറ്റാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു മോഡൽ. അതേപോലെ തന്നെ ലുക്ക് കണ്ടില്ലേ. ഇനി നമ്മുടെ MTയുടെ തന്നെ ഏകദേശം 23,000ഓളം രൂപ വില വരുന്ന റാപ്പിഡ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇത് വില കിട്ടി ഞെട്ടണ്ട. ഇത് ഫുള്ളായിട്ട് കാർബൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹെൽമെറ്റാണ് കേട്ടോ. അതായത് ഭയങ്കര ലൈറ്റ് വെയിറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നിലവിൽ പ്രീമിയം ബ്രാൻഡുകളൊക്കെ കാർബൺ ഹെൽമെറ്റുകൾക്ക് വില പറഞ്ഞേക്കണത് അല്ലെങ്കിൽ ഇപ്പോൾ വില ഇട്ടേക്കണത് ഒരു 80,000 രൂപ മുതലൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം വില പറഞ്ഞിട്ടുള്ള MTയുടെ ഒരു മോഡലും കൂടിയാണ് ഈ കാണുന്നത്. ഇനി LSUവിൻ്റെ തന്നെ മോട്ടോ ക്രോസ് എഡിഷൻ ആയിട്ടുള്ള ഹെൽമെറ്റുകളാണ് ഈ കാണുന്നത്. 7200 ഈ ഒരു മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതെന്നൊക്കെ പറയുന്നത് ഏകദേശം 12,000ഓളം രൂപ വില വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പരമാവധി ഹെൽമെറ്റ് വാങ്ങാൻ പ്ലാനുള്ളവരും ഹെൽമെറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പ്ലാനുള്ളവരും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള ഹെൽമെറ്റുകൾ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ പരമാവധി ഹാഫ് ഫേസ് ഹെൽമെറ്റിന് പകരം ഫുൾ ഫേസ് ഹെൽമെറ്റുകൾ വാങ്ങാൻ ശ്രമിക്കുക. ഇനി തീരെ മുഖം കാണിക്കാണ്ട് നടക്കാൻ പറ്റാത്ത വ്യക്തികളെന്ന് വെച്ചാൽ ഹാഫ് ഫേസ് ഹെൽമെറ്റുകളെങ്കിലും വാങ്ങിച്ചു വയ്ക്കുക. ഈ ഹെൽമെറ്റ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഈ ഒരു ഷോപ്പിൻ്റെ നമ്പറും ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ടുള്ളേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.